നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ശബരിമലയിൽ നിന്ന് മഞ്ഞ കണ്ടതെല്ലാം അടിച്ചുകൊണ്ട് പോയി എന്ന് വേണം പറയാൻ. ഇതുവരെ നമ്മൾ കേട്ടതിനുമൊക്കെ അപ്പുറത്തേക്ക് ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ വലിയ ഒരു കാണിക്ക അവിടേക്ക് കൊടുത്തതിനെയൊക്കെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു ആവശ്യം. ഇപ്പോൾ SIT ഇതുവരെ ഈ രാഷ്ട്രീയക്കാരുടെ ചോദ്യം ചെയ്യലൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കടക്കുകയാണ്. ചില ഉദ്യോഗസ്ഥരുടെ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. ഈ കഥ പഴയതാണ്. 2011 മുതൽ 17 വരെ പടർന്നു കിടക്കുന്ന ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥയാണ് ഈ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ടത്. ശബരിമലയിൽ നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിക്കുകയാണ്. ഇന്നലെ തന്ത്രി മുതൽ അങ്ങ് താൽക്കാലിക ജീവനക്കാർ വരെ കയ്യിൽ കിട്ടുന്നത് ശബരിമല സന്നിധാനത്ത് നിന്ന് അടിച്ചുകൊണ്ടു പോകുന്ന എത്രയോ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ. താൽക്കാലിക ജീവനക്കാർ ഭണ്ഡാരത്തിലെ പണം എണ്ണുമ്പോൾ ഏകദേശം 100ഓളം ജീവനക്കാരിരുന്നാണ് ഈ പണം എണ്ണുന്നത്. അവർ കയ്യിൽ കിട്ടുന്ന വിദേശ കറൻസികൾ വായിലേക്ക് തിരികെ കയറ്റുന്നു, അടിവസ്ത്രത്തിൽ തിരികെ കയറ്റുന്നു, ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ തിരികെ കയറ്റുന്നു. അത്തരം വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുന്നു. ഇത് വെറുതെ ഉള്ള ഊഹാപോഹമല്ല. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ 2 ജീവനക്കാരെ പിടികൂടുന്നു. അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ വീർത്തിരിക്കുന്നത് കണ്ടാണ് പിടിച്ചത്. അവരെ പരിശോധിച്ചപ്പോൾ അവരുടെ റൂമിൽ നിന്നും അവരുടെ ശരീരഭാഗങ്ങളിൽ നിന്നുമൊക്കെ പിടിച്ചെടുത്ത നോട്ടുകളുടെ എണ്ണം അത് അവരെ അമ്പരപ്പിച്ച് കളഞ്ഞു. തുടർന്ന് ജീവനക്കാരെ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ നടത്തി. ഇപ്പോൾ കേൾക്കുന്നത് ഏകദേശം 250 കോടിയോളം രൂപ ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് തന്നെ ഇവർ പല വിധത്തിൽ ഭണ്ഡാരത്തിൽ നിന്ന് അടിച്ചു മാറ്റി ഇത് ഭസ്മവും കുങ്കുമവും ഒക്കെ കലർന്ന നോട്ടുകളാണ്. അവിടെ 2 ബാങ്ക് ശാഖകളുണ്ട്, ധനലക്ഷ്മിയും SB. ആ ബാങ്ക് ശാഖകളിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെത്തിച്ച് എല്ലാ ദിവസവും അവരുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അത് 6000 10,000 രൂപ വെച്ചാണ് ഓരോരുത്തരും അയക്കുന്നത്. എത്രയോ ഭീകരമായ വാർത്തയാണ്. അപ്പോൾ ശബരിമലയെ ഒരു കൊള്ള സങ്കേതമാക്കി ഇവരൊക്കെ മാറ്റിയിരുന്നു. ഇത് ഇന്നലെയുമല്ല തുടങ്ങുന്നത്. 2011 കഥയാണിപ്പോൾ. കഥയല്ല സംഭവങ്ങൾ. അതും നമ്മെ പേടിപ്പിക്കുന്നു. 2011 അന്ന് UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അന്ന് അഡ്വക്കേറ്റ് M. രാജഗോപാലൻ നായരാണ്. CPMൻ്റെ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ശക്തമായ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെയാണ് രാജഗോപാലൻ നായരെക്കുറിച്ചൊന്ന് വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ചില പ്രവർത്തനങ്ങൾ വലിയ തട്ടിപ്പായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. 2011 അന്ന് ശബരിമലയിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട ചില സംഭവ പരമ്പരകൾ ആരംഭിക്കുന്നു. ഈ കൊടിമരം മുഴുവൻ സ്വർണം പൂശുന്ന നിർദ്ദേശം പണ്ടൊക്കെ ഉയർന്നു എങ്കിലും ശബരിമലയിലെ സ്വർണ്ണ കൊടിമരത്തിന് നല്ല നിറവും ഭംഗിയുമൊക്കെ ഉണ്ട്. ആളുകൾ വലിയ വിശുദ്ധിയോടെ കാണുന്ന കൊടിമരമാണ്. 2011 അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഐമനം രാജനാണ്. ഐമനം രാജൻ ചില ഗൂഢനീക്കങ്ങളൊക്കെ നടത്തി. തമിഴ്നാട്ടിലെ കുമരൻ സിൽക്സിൻ്റെ ഒക്കെ പേരിപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും 1-2 സ്പോൺസർമാർ ഏജൻസികളെയൊക്കെ കൂട്ടി വളരെ രഹസ്യമായി ഈ കൊടിമരത്തിലൊരു പെയിൻ്റ് അടിച്ചു വയ്ക്കുന്നു, ഒരു മഞ്ഞ പെയിൻറ്റ്. ഒരു സുപ്രഭാതത്തിൽ തീർത്ഥാടകരും മറ്റ് പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ നോക്കുമ്പോൾ ഈ കൊടിമരം വളരെ വികൃതമായി നിൽക്കുന്നു. ഈ പഴയ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ഒരുതരം മഞ്ഞ കളറിൽ നിൽക്കുന്നു. തുടർന്ന് ഈ ഐമനം രാജൻ ഒരു ദേവപ്രശ്നം നടത്തുന്നു. ദേവപ്രശ്നത്തിൽ പുതിയ കൊടിമരം വയ്ക്കണം എന്ന നിർദ്ദേശം വരുന്നു. പക്ഷേ ദേവപ്രശ്നം നടത്തുന്നത് പോലും ദേവസ്വം ബോർഡിനെ അറിയിക്കാതെയാണ്. അങ്ങനെ 2016 കാലഘട്ടത്തിൽ ഒരു പുതിയ കൊടിമരം സ്ഥാപിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. അന്ന് ദേവസ്വം ചീഫ് എഞ്ചിനീയർ 3,20,30,000 രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. അപ്പോൾ ഈ കൊടിമരത്തിന് വേണ്ട ചെമ്പ്, വെള്ളി, പുറമേക്ക് പുതിയാനുള്ള സ്വർണം എല്ലാം ചേർത്ത് അങ്ങനെ ആ എസ്റ്റിമേറ്റ് റീചെക്ക് ചെയ്യുന്നു, ഫൈനലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഹൈദരാബാദിലെ ഫിനിക്സ് ഗ്രൂപ്പ് ഇതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു. എസ്റ്റിമേറ്റാണ് 3,20,30,000. അപ്പോൾ സ്വാഭാവികമായി അവർ നേരത്തെ തന്നെ പണം ഈ മുഴുവൻ സ്പോൺസർഷിപ്പ് തുകയും ദേവസ്വം ബോർഡിന് കൈമാറി. 3,20,00,000 രൂപ, 10 ലക്ഷം രൂപ അതിൽ നിന്ന് പലിശയും കിട്ടി. അപ്പോൾ 3,20,30,000 രൂപയ്ക്ക് പകരം 3,20,00,000
30 ലക്ഷം രൂപയോളം അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ എസ്റ്റിമേറ്റ് തുകയേക്കാൾ വലിയ തുക ലഭിക്കുന്നു. എന്നാൽ പിന്നീട് നടന്ന തട്ടിപ്പുകൾ, അന്ന് അഡ്വക്കേറ്റ് കമ്മീഷണറായി അവിടെ പ്രവർത്തിക്കുന്ന ASP കുറുപ്പാണ്. അഡ്വക്കേറ്റ് കമ്മീഷണർ എന്ന് ഹൈക്കോടതിയുടെ അനുമതിയോടെ നിയോഗിച്ചിരിക്കുകയാണ്. അവിടെ ഉദ്യോഗസ്ഥരുണ്ട്. തുടക്കം മുതൽ ഉദ്യോഗസ്ഥർ ഈ അഡ്വക്കേറ്റ് കമ്മീഷണറോട് സഹകരിക്കുന്നില്ല. അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് അഡ്വക്കേറ്റ് കമ്മീഷണർ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ 3,20,00,000 രൂപ വെച്ച് കൊടിമരം നിർമ്മിക്കാം, യാതൊരുവിധ പ്രശ്നവുമില്ല, ഫുൾ സ്പോൺസർഷിപ്പാണ്. എന്നാൽ ASP കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ്? വ്യാപകമായ പണപ്പിരിവ്, സ്വർണ്ണപ്പിരിവ്. ശബരിമലയിൽ പുതിയ കൊടിമരം വരുന്നു എന്ന പ്രഖ്യാപനം മാധ്യമങ്ങളിലൂടെ നടത്തുന്നു. ഇത് കേട്ട് വളരെ വിശ്വാസികൾ, ഭക്തർ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു. തുടർന്ന് ASP കുറുപ്പിനെ സമീപിക്കുന്നു. ശബരിമലയിലെ പുതിയ സ്വർണ്ണ കൊടിമരത്തിന് അങ്ങനെ കാണിക്കയായി സ്വർണം നൽകിയ ഒരുപാട് പേർ നമുക്കറിയാം. ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ മോഹൻലാൽ, സുരേഷ് ഗോപി, നമ്മുടെ രജപുത്ര രഞ്ജിത്ത്, രഞ്ജി പണിക്കർ, ഇവരൊക്കെ ഇത് സിനിമാ ലോകത്തു നിന്നുള്ള ധാരാളം വ്യവസായികൾ, എനിക്കറിയാവുന്ന ചില വ്യവസായികൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം സ്വർണം ഈ സ്വർണ്ണ കൊടിമരത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അവിടെ കിട്ടുന്നു. ഒറിജിനൽ സ്പോൺസർഷിപ്പ് നിൽക്കവെയാണ് ഈ വ്യാപക പിരിവെടുപ്പ് നടത്തിയത്. പിന്നീട് അവിടെ കൊടിമരം നിർമ്മിക്കാൻ ആവശ്യമായ വെള്ളിയും ചെമ്പുമൊക്കെ നൽകണമെന്ന് ദേവസ്വം ബോർഡിനോട് പറയുന്നത്. അങ്ങനെ സ്ട്രോങ് റൂമിൽ നിന്ന് 15 കിലോ വെള്ളിയും പുറത്തേക്കെടുക്കുന്നു. അതും ഈ കൊടിമര നിർമ്മാണത്തിനായി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ കൊടിമര നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇപ്പോൾ വളരെ സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു. കാരണം പിന്നീട് നടന്നതൊക്കെ കേരളം നടുങ്ങുന്ന ചില തട്ടിപ്പുകളാണ്. ഈ കൊടിമരം നിർമ്മാണത്തിൻ്റെ മറവിൽ നടന്ന ഈ സ്വർണ്ണ കൊള്ള, അത് കൃത്യമായി രേഖകളിൽ അവർ എഴുതി വയ്ക്കാൻ ശ്രമിച്ചില്ല. ആരൊക്കെ സ്വർണം സംഭാവന ചെയ്തു എന്നതിൻ്റെ രേഖകളില്ല. എല്ലാറ്റിനും ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് 27 ആളുകൾ സ്വർണം സംഭാവന ചെയ്തതിൻ്റെ രേഖകളില്ലെന്നാണ്. ചില ഭക്തർ സ്വർണം തന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് കേരളം ഭയത്തോടെ കേൾക്കേണ്ട ചില വെളിപ്പെടുത്തലുകളാണ്. മറുവശത്ത് എന്തൊക്കെയാണ്? ASP കുറുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് 2018 ഹൈക്കോടതി കൊടുക്കുന്നു. ആ റിപ്പോർട്ടും ഇപ്പോഴത്തെ നമ്മുടെ SITയുടെ റിപ്പോർട്ടും തമ്മിൽ താരതമ്യം ചെയ്ത കോടതി പറയുന്നു, വലിയ തോതിൽ സ്വർണത്തിൻ്റെ അന്തരം അവിടെയുണ്ട്, വലിയ തോതിൽ സ്വർണം കാണാതായിരിക്കുന്നു. അപ്പോൾ ഈ ശബരിമല കൊടിമര നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടെന്നല്ല, വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ASP കുറുപ്പ് അടക്കം ഇപ്പോൾ സംശയനിഴലിലാണ്. പലരും അക്കാലഘട്ടത്തിൽ അന്ന് ചുമതലയിലുണ്ടായിരുന്ന പലരും ഇപ്പോൾ സംശയനിഴലിലാണ്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2017. അജയ് തറയലിനെ പോലെയുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാർ. ഇപ്പോൾ അജയ് തറയിലും വളരെ സംശയനിഴലിലാണ്. അജയ് തറയിൽ ഇന്ന് ഒരു പ്രസ്താവന നടത്തി താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും. അപ്പോൾ അജയ് തറയിലിനും എന്തൊക്കെയോ ബോധ്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ ഇതുവരെ കേട്ടത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ കൊള്ള, കട്ടിളപ്പാളി, വാതിൽപ്പടി, ഇത്തരം സംഭവങ്ങളായിരുന്നു എങ്കിൽ കൊടിമരമടക്കം മോഷ്ടിക്കപ്പെട്ടു. കൊടിമരം, പഴയ കൊടിമരം ദേവപ്രശ്നം നടത്തി എങ്ങനെയാണ് മാറ്റിയത്? അതാണ് അതിനേക്കാൾ ഭയാനകം. പഴയ കൊടിമരത്തിൽ ചെതല് പിടിച്ചു, അത് ദ്രവിച്ച് വീഴാറായി എന്നൊക്കെയാണ് ആദ്യ റിപ്പോർട്ടുകൾ അവർ തയ്യാറാക്കിയത്. പൂർണ്ണമായും പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ആ കൊടിമരം എങ്ങനെ, ഒരു മെറ്റലിൽ നിർമ്മിതമായ കൊടിമരം എങ്ങനെ ചെതലെടുക്കും, എങ്ങനെ ദ്രവിച്ച് താഴേക്ക് വീഴും? അപ്പോൾ ഈ കൊടിമരത്തിൻ്റെ മറവിൽ വലിയ തട്ടിപ്പ് നടത്താൻ ചിലർ പദ്ധതിയിട്ടിരുന്നു. അവർ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു മാറ്റി. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുണ്ട്. ശബരിമല ബെഞ്ചുണ്ട്. പക്ഷേ ഈ അതിൻ്റെ അഭിഭാഷകർ പോലും അറിയാതെ പല കാര്യങ്ങൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ബെഞ്ചിനെ പോലും അറിയിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവിടെ അതിൻ്റെ തെളിവുകളില്ലെങ്കിൽ, ഈ പറയുന്ന കൊടിമരത്തിന് വേണ്ടി ആരൊക്കെയാണോ സ്വർണം സമർപ്പിച്ചത് അതിൻ്റെ തെളിവുകളില്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് SITക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് അവിടെ സ്വർണം കൊടുത്തത് എന്ന് കണ്ടെത്തി അതിൻ്റെ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പല കാര്യങ്ങളും
നമുക്കറിയാം ശബരിമലയിൽ നിന്ന് ദേവപ്രശ്നം നടത്തുന്നു, അതൊക്കെ ഉള്ള കാര്യമാണെങ്കിൽ തന്നെയും അവിടെ നിന്ന് എന്ത് കൊണ്ടുപോകുമ്പോഴും അതെല്ലാം കോടതിയെയും അറിയിച്ചിരിക്കണമെന്നുള്ളതാണ്, അവിടുത്തെ ബെഞ്ചിനെ അറിയിച്ചിരിക്കണമെന്നാണ്. പക്ഷേ കാലാകാലങ്ങളായി അവിടെ ഇത്രത്തോളം വലിയ കൊള്ളകൾ നടക്കുമ്പോഴും അത് ബെഞ്ചിനെ അറിയിച്ചില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഹൈക്കോടതി ബെഞ്ചിനെയൊക്കെ ഒരു നോക്കുകുത്തിയാക്കിയ സംഭവങ്ങളാണ് ശബരിമലയിൽ നടന്നത്. നമ്മൾ നാട്ടിൻപുറത്തെ ആളുകൾ പറയും ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയോഗം കിട്ടിയാൽ വലിയ ധനാഢ്യരാകുമെന്ന്, അത് ഭഗവാന്റെ അനുഗ്രഹം എന്നൊക്കെയാണ് നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ എല്ലാം തെറ്റായിരുന്നു എന്ന് നമുക്കിപ്പോൾ ബോധ്യം വരുന്നു. കാരണം പതിറ്റാണ്ടുകളായി ശബരിമല കേന്ദ്രീകരിച്ച് വലിയ കൊള്ളയാണ് നടന്നിരുന്നത്. അതിൽ തന്ത്രിയെന്നോ താൽക്കാലിക ജീവനക്കാരനെന്നോ ഇതിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെന്നോ ഒരു വ്യത്യാസവും ഇല്ല. കയ്യിൽ കിട്ടുന്നവരൊക്കെ കിട്ടുന്നത് വാരിക്കൊണ്ട് പോകുന്നൊരു കാഴ്ച, ആരും ചോദിക്കാനും പറയാനുമില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളക്കാരാകുന്ന കാഴ്ചയാണ് ശബരിമലയിൽ കണ്ടതെന്ന്. ഇവിടെ നമ്മൾ ഭയാനകമായ ചില തലങ്ങളിലേക്ക് കടക്കണം. ശബരിമല ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിശ്വാസികളും ഒരുപോലെ വലിയ ഭക്തിയിൽ കാണുന്ന ഒരു ദേവസ്ഥലമാണ്. നമുക്കറിയാം ശബരിമലയിലെ അനുഷ്ഠാനക്രമങ്ങൾ, ആചാരക്രമങ്ങൾ ഒക്കെ കടുകട്ടിയാണ്. എങ്കിലും ആ ശബരിമല അതിൻ്റേതായ ഒരു തനത് സ്വഭാവം എപ്പോഴും നിലനിർത്തിയിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും അധികം വിശ്വാസികൾ ഇപ്പോഴും ശബരിമലയിലേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ വലിയ വിശ്വാസികളുടെ ഒഴുക്കാണ് ഇപ്പോഴും. അവിടെ വന്നു വീഴുന്ന ആ കോടിക്കണക്കിന് രൂപയിൽ കുറച്ച് പുറത്തേക്ക് വീഴുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെയുള്ളൊരു മട്ടിലാണ് അവിടുത്തെ ജീവനക്കാരുടെ പോലും പെരുമാറ്റം. അതിനിടയിലാണ് നമ്മൾ പഴയ ഈ കൊടിമര കൊള്ള ഇപ്പോൾ കേൾക്കുന്നത്, മറ്റ് നിരവധി കൊള്ളകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രയോ ഭീതിതമാണ് ഈ അവസ്ഥ. ഒരു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിട്ട് പോലും ഹൈക്കോടതിയെ കബളിപ്പിച്ച് നോക്കുകുത്തിയാക്കി ഇങ്ങനെ കൊള്ള നടത്തണമെങ്കിൽ നമ്മളിവിടെ ഈ ശബരിമല കൊള്ളയുടെ ആദ്യഘട്ടത്തിൽ ജി സുധാകരൻ്റെ ഒരു കമൻ്റുണ്ട്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അയ്യപ്പൻ അവിടെ സുരക്ഷിതനായി ഇരിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ സുരക്ഷ വേണമെന്ന് ജി സുധാകരൻ പറഞ്ഞു. രാഷ്ട്രീയ മണ്ഡലം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഭരണകൂടം തന്നെ. അപ്പോൾ കൃത്യമായി ഭരണകൂടം അവിടെ സുരക്ഷ ഒരുക്കിയില്ല എങ്കിൽ എല്ലാം കൊള്ളയടിക്കപ്പെടും. ആ കൊള്ളയടിക്കലാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഈ വാർത്തകൾ. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായി റിപ്പോർട്ടുകളായി ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. ഇത്തരം ഭീതിതമായ പല വസ്തുതകളും മനസ്സിലാക്കിയിട്ടാണ് ഹൈക്കോടതി SITക്ക് ആവശ്യമായ സമയം നൽകുന്നത്. അന്വേഷണം അതിൻ്റേതായ നിലയിൽ ശരിയായ പാതയിൽ നീങ്ങുന്നു എന്ന പ്രസ്താവന നടത്തുന്നത്. എല്ലാറ്റിനും ഒടുവിൽ ഇതാ പഴയ ആ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച്, ആ കൊടിമര സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഹൈക്കോടതി പറഞ്ഞു. സ്റ്റേറ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ നേരത്തെ ഈ അന്വേഷണമൊക്കെ നടത്തിയിരുന്നത് ദേവസ്വം വിജിലൻസ് ആയിരുന്നുവെങ്കിൽ സംസ്ഥാന വിജിലൻസ് വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അവർ SITയോട് കൊടിമരവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇപ്പോൾ തേടിയിരിക്കുന്നു. നമ്മൾ കരുതുന്നതിലും അപ്പുറത്തേക്ക് അന്വേഷണം കടക്കുന്നതെന്ന് വ്യക്തം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കണ്ണടച്ച് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവർ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിരിക്കുന്നു. അവരൊരുമിച്ചാണ് ഈ കൊള്ള അവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ഈ കൊടിമരം എന്ന് പറയുന്നത് ഒരു നിസ്സാര, അവിടെ ഒരു തൂണ് പോലെ നിർത്തിയിരിക്കുന്ന ഒരു സംഭവമല്ല. ക്ഷേത്രങ്ങൾക്ക് കൊടിമരത്തിന് വലിയ ആചാരമുണ്ട്. ഈ നാട്ടിൻപുറത്തൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങുമ്പോൾ കൊടി ഏറുന്നത് കണ്ടു കഴിഞ്ഞാൽ, ആ ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാലേ നമ്മൾ അവിടെ നിന്ന് പോകാവുള്ളൂ എന്നാണ്, ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാവുള്ളൂ. അത്രത്തോളം വലിയ വിശ്വാസമാണ് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ശബരിമലയിലെ കൊടിമരം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരു ദിവ്യ തേജസ്, അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസമാണ് അതിലൊക്കെ ഉള്ളത്. ദേവൻ്റെ ചൈതന്യമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൊടിമരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ആ കൊടിമരത്തെ അതിൻ്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തി എന്നുള്ളതാണ് വസ്തുത. കാരണം ആ കൊടിമരത്തിൽ ചില കെമിക്കലുകൾ ചേർത്ത് അതിൻ്റെ ആ ഒരു ശോഭ കെടുത്തി, അതിൻ്റെ ഒരു വിശ്വാസം മുഴുവൻ, ആചാരം മുഴുവൻ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ അതിനു മുൻപ് കേട്ടു, ഈ ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ്റെ സാധനങ്ങൾ പുറത്ത്
പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി കാഴ്ച വസ്തുവാക്കി വെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അവിടുത്തെ എല്ലാ രീതിയിലും ശബരിമല കളങ്കപ്പെട്ട് നിൽക്കുകയാണ്. അത്രത്തോളം കളങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഈ ചെന്നൈ കേന്ദ്രീകരിച്ച് വീണ്ടും ഈ കൊടിമരത്തിൽ ചില ക്രമക്കേടുകൾ നടത്തുന്നതിന് ആളുകളെ വന്നു എന്നുള്ളൊരു വിവരം ഇതിനു മുൻപ് നമ്മൾ ഡി മണിയുടെ ഒരു പേര് കേട്ടതാണ്. അപ്പോൾ ചെന്നൈയും ബംഗളൂരുവും ഒക്കെ കേന്ദ്രീകരിച്ച് ഈ ശബരിമലയെ പൂർണ്ണമായും വിഴുങ്ങാനുള്ളൊരു നീക്കം നടന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴും SIT ഈ പറയുന്ന കേരളത്തിൻ്റെ ഇട്ടാവട്ടത്ത് മാത്രം കിടന്ന് ഇതിൻ്റെ അന്വേഷണം നടത്തുകയാണ്. അല്ല, ഇപ്പോൾ SITക്ക് അപ്പുറം മറ്റൊരു ഏജൻസിയെ കൊണ്ടാണ് കൊടിമര അന്വേഷണം നടത്തുന്നത്. അത് അതിൻ്റേതായ നിലയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, നന്നായി അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഓർക്കണം, ആ ശബരിമല വിശ്വാസത്തിൻ്റെ പവിത്രതയാണ് കളങ്കപ്പെടുത്തിയത്. പ്രശോഭ പറഞ്ഞത് 100% ശരിയാണ്. അതിന് കൊടിമരത്തെ ഇത്തരത്തിൽ കൊടിമരം നശിപ്പിക്കുന്നതിലാണെങ്കിലും മറ്റൊന്ന് ഭണ്ഡാരത്തിൽ നിന്നുള്ള കാണിക്കടിച്ചു മാറ്റുമ്പോഴും ഇതൊക്കെ ആ പവിത്രതയെ, ആ പരിഭാവനത്വത്തെ ആണ് നശിപ്പിക്കുന്നത്. ഇതിന് നമുക്ക് കേവലം കോടികളുടെ ഒരു നഷ്ടം എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളാൻ കഴിയില്ല. കാരണം വിശ്വാസത്തിനെയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. വിശ്വാസികളുടെ വലിയൊരു ആചാരക്രമത്തെയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളായി നിലനിന്നിരുന്ന വലിയൊരു തേജസ്സിനെയാണ് നമ്മൾ നേരത്തെ കേട്ടിരുന്ന അവിടുത്തെ പ്രഭാമണ്ഡലത്തിലെ പ്രഭാമണ്ഡലവുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുക്കൾ കൊള്ളയടിച്ച കഥകൾ. കാരണം ഈ ചൈതന്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഹൃദയത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ചൈതന്യമാണ്. എങ്കിലും ആ ചൈതന്യത്തിലെത്തുന്ന ചില നിർമ്മിതികളുണ്ട്. ആ നിർമ്മിതിക്ക് എപ്പോഴും വിശ്വാസവുമായി വലിയ ബന്ധമുണ്ട്. നിർമ്മിതി മനുഷ്യൻ ആണ് തീർക്കുന്നതെങ്കിലും ആ മനുഷ്യൻ്റെ കരസ്പർശത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. ആ ദൈവത്തിൻ്റെ ഓരോ ഇടപെടലും ഭൂമിയിൽ നടപ്പിലാക്കുന്നത് മനുഷ്യനിലൂടെയാണ്, മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ നിർമ്മിതിയിലൂടെയാണ്. മനുഷ്യരാണ് അവിടെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതെങ്കിലും അതിൻ്റെ പരിപൂർണമായ നിർമ്മിതി പൂർണ്ണമാകുന്നത് ഭഗവാനിലൂടെയാണ്, അല്ലെങ്കിൽ ദൈവത്തിലൂടെയാണ്. അപ്പോൾ ആ നിർമ്മിതിയെല്ലാം കളങ്കപ്പെടുത്തിയിരിക്കുന്നു. കൊടിമരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടുന്ന പലതും ഇപ്പോൾ കേൾക്കുന്നു. പിന്നീട് നമ്മൾ ഓരോരോ അമൂല്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കൊള്ളയുടെ കഥകൾ മനസ്സിലാക്കുമ്പോൾ അത് ഇതിൻ്റെ തലം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ശബരിമല ഇത്തരത്തിലൊരു കൊള്ള സങ്കേതമാക്കി മാറ്റി എങ്കിൽ അതിനിവിടുത്തെ രാഷ്ട്രീയക്കാർ ഉത്തരവാദികളാണ്, സമൂഹവും ഉത്തരവാദികളാണ്. കാരണം സമൂഹത്തിൻ്റെ ഒരു കൃത്യമായ സോഷ്യൽ ഓഡിറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും കാലം കണ്ണടച്ചിരിക്കുകയായിരുന്നു. എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടക്കുന്നത്? ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം കൊള്ളയടിക്കപ്പെട്ടിട്ടും അതൊന്നും കാണാനുള്ള ആർജവുമില്ലായ്മയല്ലേ അത്? മറുവശത്ത് രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, അവർക്കൊക്കെ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് അവകാശം? യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ ഇത്ര ശക്തമായ അന്വേഷണം നടന്നതുകൊണ്ടാണ് നമുക്ക് 2011 മുതൽ പരന്നു കിടക്കുന്നൊരു വലിയ കൊള്ളയിലേക്ക് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ കാരണമാകുന്നത്. 2004 KC വേണുഗോപാലായിരുന്നു ദേവസ്വം മന്ത്രി. അതിലേക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ ചില കാര്യങ്ങൾ ചൂണ്ടുവിരൽ ഉയർത്തി സംശയമുനയിലേക്ക് കൊണ്ടുവരുന്നത്. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതെന്ന്. അതൊരു വല്ലാത്ത ചോദ്യമാണ്. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി ശബരിമലയിലേക്ക് വരുന്നത്, KCയുടെ കാലം കഴിഞ്ഞ്. പക്ഷേ ഓർക്കണം, അടൂർ പ്രകാശ്, ആൻ്റണി ഇവരൊക്കെ ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംശയനിഴലിൽ നിൽക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ BJP നേതാക്കൾ സദാനന്ദ ഗൗഡയൊക്കെയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നിൽക്കുന്ന പടങ്ങൾ പുറത്തു വന്നില്ലേ എന്ന് CPM നേതാക്കൾ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവർക്ക് ചോദിക്കാം. പക്ഷേ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇവിടുത്തെ ഭരണകൂടം നയിച്ചത് BJP ആയിരുന്നില്ല, മറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ആയിരുന്നു. അവർക്കിതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് VS പ്രശാന്ത് ഇപ്പോൾ അറസ്റ്റിലാകും, ഉടനെ അറസ്റ്റിലാകും എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലിന് പോലും ഇവരെ ആരെയും വിളിപ്പിക്കുന്നില്ല. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ആ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടില്ല. നമുക്കറിയാം, ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഒന്നാം പ്രതിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും അടുപ്പക്കാരൻ കടകംപള്ളിയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ കഴിഞ്ഞ ദിവസവും വന്നു. ഈ പറയുന്ന പോറ്റിയുടെ സഹോദരിയുടെ മകൾക്കൊരു മൊമെൻറ്റോ കൊടുക്കുന്നത്, അതിന്
കടകംപള്ളി ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത് ഏത് കുട്ടികൾ ജയിച്ചാലും ഞാൻ അവിടെ പോയി മൊമെൻറ്റോ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒഴുക്കൻ മറുപടികൾ പറഞ്ഞിട്ട് അങ്ങ് കൈ കഴുകുകയാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ. ഈ കടകംപള്ളി സുരേന്ദ്രൻ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല. ഇന്നോളം ശക്തമായ ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും കൊടുത്തിട്ടില്ല. എന്തിന് ഈ സർക്കാരല്ല, അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ. പക്ഷേ അതിലെല്ലാം മൗനം പാലിച്ചിട്ട് ഈ പറയുന്ന പോലെ മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നത്. ഒരു ഭരണകൂടത്തിന് നമ്മൾ കരുതുന്നതിലുമൊക്കെ അപ്പുറത്ത് വലിയ ശക്തിയുണ്ട്. കാരണം അവരുടെ കയ്യിലാണ് പോലീസ്, അവരുടെ കയ്യിലാണ് ഇവിടുത്തെ റവന്യൂ വകുപ്പ്, അവരുടെ കയ്യിലാണ് ദേവസ്വം ബോർഡ്, അവരുടെ ആളാണ് അഡ്വക്കേറ്റ് ജനറൽ. നമുക്കറിയാം ജസ്റ്റിസുമാർ അല്ലെങ്കിൽ നമ്മൾ നീതി പ്രതീക്ഷിക്കുന്ന ജഡ്ജിമാരുണ്ടാകും, അത് കോടതികളിലുണ്ടാകും. പക്ഷെ അവർക്ക് ചുറ്റും വലയം തീർത്തിരിക്കുന്ന വലിയൊരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഭരണകൂടത്തിൻ്റെ കയ്യാളുകളാണ്. അവരെയൊക്കെ വകഞ്ഞു മാറ്റി ഇത്തരം അറസ്റ്റുകളിലേക്ക് പെട്ടെന്ന് പാഞ്ഞെടുക്കാൻ SITക്ക് കഴിയില്ല, അത്ര പെട്ടെന്ന് കഴിയില്ല. ഈ സ്വർണ്ണ കൊടിമരത്തിൻ്റെ പിന്നാലെ ചില അറസ്റ്റുകൾ നടന്നാൽ നമുക്ക് സ്വാഭാവികമായും കടകംപള്ളിയിലും പ്രശാന്തിലും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പ്രശാന്തിലേക്ക് എത്തുന്നതിൽ ഒരുപാട് റിസ്ക് ഈ ഭരണകൂടത്തിനുണ്ട്. കാരണം പ്രശാന്തിലേക്ക് എത്തിയാൽ വാസവനിലേക്ക് തിരിയും. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ വാസവൻ്റെ നിനക്ക് വീണ്ടും സംശയങ്ങൾ വരും. വാസവനിലേക്ക് വന്നാൽ ഇപ്പോൾ ഭരിക്കുന്നവരിലേക്ക് ഓരോ ചൂണ്ടുവിരലുകൾ വരും. അത് പോറ്റിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത പിണറായിലേക്ക് ചിലപ്പം നീങ്ങാം. അപ്പോൾ ഭയം അത് വല്ലാണ്ട് ഇവരെയൊക്കെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ ഭരണകൂടം ഈ കേസിൽ അവരുടെ ഇടപെടലുകൾ നടത്തും. ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റായ തലത്തിലെങ്കിലും SITയെ സമ്മർദ്ദത്തിലാഴ്ത്തും, അന്വേഷണത്തിനെ പല വിധത്തിൽ വഴിതെറ്റിക്കും. അതൊക്കെ ഇതിൻ്റെ ഒരു വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ തന്നെയാണ്. നിയമസഭയിൽ വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന്. ഇന്നിപ്പോൾ VD സതീശൻ തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. SIT പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്ന്. സതീശൻ ലേറ്റ് ആയിപ്പോയി. സതീശൻ ഇന്നല്ലല്ലോ കമൻറ്റ് പറയേണ്ടത്, അന്നേ പറയണമായിരുന്നു. ആദ്യം പിണറായി വിജയനൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്ന അന്ന് എന്തുകൊണ്ട് സതീശൻ നിശബ്ദനായിപ്പോയി അക്കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്താൻ? എന്തുകൊണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പിണറായിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നപ്പോൾ പിണറായി ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെട്ടില്ല. കാരണം ഭയം അവരിലുമുണ്ട്. നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. സോണിയാഗാന്ധിയിലേക്ക് ഇതിനിപ്പുറം അടൂർ പ്രകാശിലേക്കൊക്കെ തിരിഞ്ഞപ്പോൾ ഭയം ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് തിരിച്ചടിച്ചു, അത്രയും ഒരു സമാധാനം. ഇപ്പോൾ വാസു സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കം തുടങ്ങിയെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ പത്മകുമാറിൻ്റെയും ഒക്കെ കാര്യം പറയുമെങ്കിലും വാസുവിനെ പൂർണ്ണമായി നമ്മൾ ഇടയ്ക്ക് അങ്ങ് വിട്ടുപോയി. വാസുവിൻ്റെ അവസ്ഥ എന്താണ്? എന്തായാലും വാസുവിന് ഒരു ആശ്വാസം എന്ന് പറയുന്നത് സ്വാഭാവിക ജാമ്യം കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൊള്ളയിൽ ഉൾപ്പെട്ട എല്ലാവരും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. SIT ഉടനെ കുറ്റപത്രം സമർപ്പിക്കില്ല എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. അല്ല, അത് കിട്ടും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വരെ ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് എന്തായാലും പോറ്റി ഒന്നാം പ്രതിയാണല്ലോ. ബാക്കിയുള്ള വാസുവിനും പത്മകുമാറിനും ഒക്കെ 90 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും, അതിൽ സംശയമില്ല. പക്ഷേ ആ ജാമ്യം കിട്ടിക്കോട്ടെ, അതിൽ ഭയം വേണ്ട, അതിൽ മറ്റ് വേവലാതികൾ വേണ്ട. ഈ കേസ് ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി പറയുമ്പോൾ നമുക്ക് തൽക്കാലം അത് വിശ്വസിക്കാം. എന്തായാലും ശബരിമലയിൽ ഇപ്പോൾ ഭരിക്കുന്നവരും മുൻപ് ഭരിച്ചിരുന്നവരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും, അതായത് അയ്യപ്പൻ്റെ ശബരിമല സംരക്ഷിക്കേണ്ട കരങ്ങൾ ഏതൊക്കെയായിരുന്നു അവരൊക്കെ തന്നെയാണ് പുണ്യസ്ഥലം കളങ്കപ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഹൈക്കോടതി അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായി ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതും. കാരണം കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി, നമസ്കാരം.